എല്ലാവർക്കും നമസ്കാരം. നാളെ മാർച്ച് 10 നാളെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ആനയോട്ടം നടക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണി ആകുന്നതോട് കൂടിയിട്ട് ആനയോട്ടം ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിക്കും. നേരെ ആനകൾ ഓടിയെത്തുന്ന ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ വർഷത്തിലേതുപോലെ ആനകൾ ഓടിയെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ മൊത്തത്തിലായിട്ട് ആനകളുടെ കുറേ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് മണികൾ, ആനകളുടെ കഴുത്തിൽ കെട്ടാവുന്ന മണികൾ പാപ്പാന്മാരെടുത്തിട്ട് മഞ്ജുളാൽ പരിസരത്തേക്ക് ഓടും. അവിടെ നിന്ന് ആദ്യം ഏത് ആനയുടെ കഴുത്തിലാണോ മണി കിട്ടുന്നത് ആ ആനയ്ക്കായിരിക്കും ആദ്യം വരാനുള്ള ഒരു പരിഗണന കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ആനകളും ആ ആനകളെ അനുഗമിച്ച് വരികയായിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഈ റോട്ടിൽ കാണുന്ന ഈ വെളുത്ത വരയുണ്ടല്ലോ, ഇവിടെയാണ് ആനകളെല്ലാം വരിക്ക് നിൽക്കുന്ന സ്ഥലം. പഴയ പോലുള്ള ആനയോട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു ഇതുണ്ട്. കാരണം ആനയോട്ടത്തിനിടെ ചെറിയൊരു ആന പിണങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണമാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ആന ഓടി വന്നിട്ടുണ്ടെങ്കിൽ ആന മഞ്ജുളാൽ ഭാഗത്തു നിന്ന് ഓടി വരികയും കിഴക്കേ ഗോപുരനട കിടക്കുകയും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു 3 തവണ പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിൻ്റെ മീതെ തൊടുന്ന ആനയാണ് വിജയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം വെക്കുന്ന വഴിയിൽ ഏതോ ഒരു ബാങ്ക് ജീവനക്കാരനെ തോന്നുന്നു ആന കുത്തി പരിക്കേൽപ്പിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം പിന്നെ അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരനട കിടക്കുന്ന ആനേനെ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ആ ആനേനെ മാത്രം 3 പ്രാവശ്യം പ്രദക്ഷിണം നടത്തിക്കുകയും കൊടിമരത്തിൽ തൊടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഉത്സവം കഴിയുന്നവരെ ആ ആനയ്ക്ക് അമ്പലത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി അവർ കൊടുക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു VIP പരിഗണന കിട്ടിയിട്ടാണ് കേട്ടോ അവിടെ ആനകൾ നിൽക്കുന്നത്. അതായത് ആനയ്ക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കഴിക്കാം. അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട വേറെ പരിപാടികളൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ഗോപികണ്ണനാണെന്ന് തോന്നുന്നു വിജയമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആനയ്ക്ക് എന്തോ ദേഹാസ്വാസ്ഥ്യം മൂലം പുറത്തു പോകേണ്ടി വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. നാളെ 10-ാം തീയതി രാവിലത്തെ ശീവേലിയാണ് ആനയില്ല ശീവേലിയായി ആചരിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ആന ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വേറെ അമ്പലത്തിൽ നിന്ന് ആനകൾ ഓടി വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോഴും ആനയോട്ടം നടത്തുന്നത് എന്ന് കരുതുന്നു. ഗുരുവായൂർ ഇനി ഉത്സവത്തിൻ്റെ കാലങ്ങളാണ്. ഇനി എല്ലാ ദിവസവും ഇവിടെ കഞ്ഞിയും പുഴുക്കും കിട്ടും. ഇവിടെ ഗുരുവായൂർ ഓഡിറ്റോറിയം ആ ഒരു ഹാളിലാണ് മിക്കവാറും കഞ്ഞിയും പുഴുക്കിൻ്റെ എല്ലാം തയ്യാറാക്കി ഉണ്ടാവുക. അവിടെ ആ പാളകളാണ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഈ പാളകളിലാണ് കഞ്ഞിയും പുഴുക്കൊക്കെ സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ നാളെ മുതൽ ഉത്സവം കഴിയുന്നവരെ ഇവിടെ കഞ്ഞിയും പുഴുക്കും കിട്ടും. രാവിലെ ഏകദേശം ഒരു 10 മണിയാവുന്ന മുതൽ കഞ്ഞി കൊടുക്കുന്ന ഒരു പരിപാടി ആരംഭിക്കും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും വന്നിട്ട് ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും കഴിക്കാം. ഉത്സവം ആയതോടു കൂടിയിട്ട് കലകളുടെ ഒരു ഉത്സവം കൂടി അവിടെ നടക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റേജൊക്കെ പണിയുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഒരുവിധ എല്ലാ കലാകാരന്മാരും വന്നിട്ട് ഇവിടെ പരിപാടി അവതരിപ്പിക്കും. അപ്പം നമുക്കതും കാണുകയും ചെയ്യാം. പരിപാടികളുടെ ലിസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പണ്ടൊരിക്കൽ വന്നപ്പോൾ ഇതേപോലെ തന്നെ സിനിമാ നടി ശോഭന അവതരിപ്പിക്കുന്ന ഒരു ഡാൻസൊക്കെ കാണാൻ കഴിഞ്ഞു. വളരെ അപൂർവമായിട്ടാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഡാൻസൊക്കെ കാണാൻ സാധിക്കുക. ശോഭനയുടെ ഡാൻസ് കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക അവർ പറയും. ഞാനതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പല പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരും ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അവരുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളെയും കണ്ടിട്ടുള്ളത് ഗുരുവായൂരിൽ വെച്ചിട്ടാണ്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല കലാകാരന്മാരിനെ കണ്ടിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം. ഉത്സവത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ആനയോട്ടത്തിനും എല്ലാം കാണാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഗുരുവായൂർ ആനയോട്ടം ഏകദേശം ഒരു 3 മണിയാകുമ്പോഴാണ് തുടങ്ങുന്നത്. 3 മണിയാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആനകളെല്ലാം അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആനകൾക്ക് ചോറുരുള കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഓടി വന്ന ആനകൾക്കും ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആനകൾക്കും ഓരോ പിടി ഉരുള ചോറ് കൊടുക്കുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചോറ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെ വളരെ പെട്ടെന്ന് തന്നെ ആനക്കോട്ടയ്ക്ക് അവർ കൊണ്ടുപോവുകയും ചെയ്യും. കാരണം കുറേ ആനകൾ വരുന്നില്ല, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ വളരെ വലിയൊരു സ്ക്രീനിൽ പഴയ ഉത്സവങ്ങളുടെ കുറേ ചിത്രങ്ങൾ കാണിക്കുന്നത്. ഇതിലെ പല ചിത്രങ്ങളും ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ്.
അതായത് നമുക്കറിയാലോ, ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ ഒരു സാധാരണക്കാരന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടു ചെല്ലാൻ സാധിക്കില്ല. അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവർക്കാണ് ഈ ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഉള്ളത്. അപ്പോൾ അവരെടുത്ത ഫോട്ടോസാണ് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ആ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കിയാലോ. കഴിഞ്ഞു പോയ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗുരുവായൂരപ്പനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നതും അതേപോലെ ആറാട്ടിന് കൊണ്ടുപോകുന്നതും ആനയോട്ടത്തിൻ്റെയും അങ്ങനെ പല പല രീതിയിലുള്ള പല ചടങ്ങുകളുടെയും ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് കാണാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ കൃഷ്ണനാട്ടം കളി, ഗുരുവായൂർ അമ്പലത്തിൽ നടത്തപ്പെടുന്ന കൃഷ്ണനാട്ടം കളി അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. പല ഭക്തജനങ്ങൾക്ക് അത് കാണാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചില സമയത്ത് നമുക്ക് കയറാൻ സാധിക്കില്ല. നമ്മൾ ഒരുപാട് തവണ ആഗ്രഹിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കൃഷ്ണനാട്ടം കളി കാണണം എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറി കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കൃഷ്ണനാട്ടം കളിയിലെ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തല്ല, അമ്പലത്തിന് പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൃഷ്ണനാട്ടം കളി കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭക്തജനങ്ങളുണ്ടെങ്കിൽ അമ്പലത്തിന് പുറത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം, വന്ന് കണ്ടോളൂ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ കഥകളിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഉത്സവം പ്രമാണിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തന്നെ കഥകളി എന്ന് പറഞ്ഞാൽ ഒരു കഥയും ആ ഒരു കളിയും മാത്രമൊന്നുമല്ല, നേരം പുലരുന്നത് വരെ കഥകളി എന്നാണ് അവരുടെ ഒരു പരസ്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് വലിയൊരു ഫ്ലക്സിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലെഴുതിയിട്ടുണ്ടായിരിക്കും കഥകളി പുലരും വരെ, നേരം പുലരും വരെ. അത് കാണുമ്പോൾ എന്തോ മനസ്സിലൊരു സന്തോഷം. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ പള്ളിവേട്ടേനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. പള്ളിവേട്ടയ്ക്ക് നല്ലൊരു രസമാണ്. കുറേ ക്ലബ്ബുകാർ കുറേ പക്ഷി മൃഗാദികളുടെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. കോഴീനെ, അണ്ണാരക്കണ്ണനെ, മയിലിനെ, പ്രാവ്, അങ്ങനെയുള്ള കുറേ ജീവികളുടെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്കായിട്ട് പുറപ്പെടുന്നു എന്നുള്ള ഒരു ഇതിലാണ് കാണിക്കുന്നത്. ഒരു വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിവേട്ട നടക്കുന്നത്. ഈ പള്ളിവേട്ട നടക്കുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നത് ഒരു പിടിയാനപ്പുറത്താണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി വരിക. അതിനുശേഷം ഈ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ എല്ലാ ആൾക്കാരും അമ്പലത്തിനകത്തേക്ക് കയറും. അമ്പലത്തിനകത്തേക്ക് കയറിയതിന് ശേഷം അവസാനം ഒരു മൃഗമുണ്ട്, മറ്റേ കാട്ടുപന്നിന് കയറും. പിന്നെ അതിന് ശേഷമാണ് ഭഗവാൻ ആനപ്പുറത്ത് അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത്. അത് കയറി കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് കുറേ പ്രദക്ഷിണങ്ങളൊക്കെ ഉണ്ട്. ആനേനെ ഓടിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ കാണണം. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ടാണ് കുറേ തവണ കണ്ടിട്ടുള്ളത്. അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് കാണുമ്പോൾ അത് നല്ല രസമാണ്. അതേപോലെ തന്നെ പള്ളിവേട്ട കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ആറാട്ട് നടത്തുന്നത്. ഏകദേശം രാത്രി 8 മണി 9 മണിക്ക് ആവും തോന്നുന്നു. ആ ആറാട്ട് നടക്കുന്ന ദിവസം നമുക്ക് അമ്പലത്തിൻ്റെ കുളത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. അതായത് ഭഗവാൻ ആറാടിയതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് കുളത്തിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ പാടുള്ളൂ. അതുവരെ നമ്മളവിടെ കാത്തു നിൽക്കണം. ആ ക്ഷേത്രക്കുളത്തിന് ചുറ്റും എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ ആറാട്ട് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. അതൊരു പ്രത്യേക കാഴ്ചയാണ്. അത് കാണാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ഭഗവാൻ ആറാടിയതിന് ശേഷം അവിടുന്ന് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭക്തജനങ്ങളും കുളത്തേക്ക് ചാടലായിരിക്കും. അതൊരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡപം കണ്ടോ, ഇതാണ് മാനവേദ രാജാവിൻ്റെ ഒരു സ്റ്റാച്യു. ഈ മാനവേദ രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തി എഴുതിയ ആളാണ് മാനവേദ രാജാവ്. പണ്ട് കാലത്ത് ഞാനിവിടെ പെയിൻ്റ് അടിക്കുന്ന ജോലിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ ഈ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന 2 കൃഷ്ണനാട്ടം കണ്ടില്ലേ, അതിനൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഗോപുരത്തിൻ്റെ മീതെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ മീതൊക്കെ കയറിയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന കാരണം അവിടെ വന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്.